അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സഹോദര സഹോദരിമാരെ, പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി കമന്റിൽ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മക്കളുടെ വിഷയം പറഞ്ഞിട്ടുണ്ട്, ജോലിയുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, രോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഒട്ടനവധി കാര്യങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മുറാദുകളൊക്കെ ഹസ്വിലാക്കി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് സന്തോഷ സമാധാനം പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ടോപ്പിക്കാണ്. അത് മറ്റൊന്നുമല്ല, തമ്പനയിൽ നിങ്ങൾ കണ്ടതുപോലെ വീട്ടിലെ പ്രശ്നങ്ങൾ മാറാൻ കന്നിമൂലയിൽ ഒരു ആയത്ത് പാരായണം ചെയ്താൽ മതി, സകല പ്രശ്നങ്ങളും പരിഹരിക്കും. അതുമാത്രമല്ല, കന്നിമൂലയിൽ ബെഡ്റൂം ബാത്റൂം ഉണ്ടെങ്കിൽ 3 പ്രശ്നങ്ങൾ സർവ്വസാധാരണമായി വരും. അത് ഏതൊക്കെയാണ്? അതിനെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ എന്താണ് മാർഗം? നമ്മുടെ വീടുകളിൽ, നമ്മുടെ വീട്ടിലെ ഓരോ അംഗങ്ങളിലും രോഗങ്ങൾ നിത്യമാകുന്ന, കുട്ടികളായാലും മുതിർന്നവരായാലും രോഗങ്ങൾ നിത്യമാകുന്നതിന്റെ പിന്നിൽ ഒരു റൂമാണ്. അതേതാണ് ആ റൂം? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഹ്രസ്വമായ ഡിസ്കസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഞാൻ ഓടിച്ച് വിഷയം പറഞ്ഞു പോകാം. കാലങ്ങളായി പിടികിട്ടാപ്പുള്ളിയായി നമ്മുടെ എല്ലാം നാടുകളിൽ, വീടുകളിൽ തുടരുന്ന ഒരു ചർച്ചയാണ് കന്നിമൂല എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താ കന്നിമൂല? നമ്മളതിന്റെ ചുരുളൊന്ന് അഴിച്ചു നോക്കുമ്പോൾ, കെട്ടഴിച്ചു നോക്കുമ്പോൾ, കന്നിമൂല എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരു സാധുവായ മൂലയാണ്, ഒരു പാവപ്പെട്ട മൂലയാണ്. നമ്മിൽപ്പെട്ട പല ആളുകളും കുറ്റങ്ങൾ മുഴുവനും കൊണ്ടുപോയി ആ മൂലയുടെ തലയിലേക്ക് ഇടുന്നു എന്നല്ലാതെ ആ മൂല ഒരു തെറ്റിന്റെയും കാരണക്കാരനല്ല. സൈലന്റാണ്. ഒരാൾ ഒന്നും ഇതുവരെ മിണ്ടിയിട്ടില്ല എങ്കിലല്ലേ 2 വർത്തമാനം പറഞ്ഞു, ഒന്ന് ചീത്ത പറഞ്ഞു എന്ന് പറയാൻ പോലും കന്നിമൂല മിണ്ടിയിട്ടില്ല. പിന്നെ ആ സാധുവിന്റെ തലയിൽ കൊണ്ടുപോയി നമ്മളെല്ലാം ചാർത്തരുത്. എന്താ കന്നിമൂല? സാധാരണ പഴയ കാലത്തൊക്കെ കൊയ്ത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്യാഷ് കിട്ടിയതിന് ശേഷം വീട് വെക്കാൻ വേണ്ടി ആരംഭിക്കും. അത് കന്നിമാസത്തിൽ. ആ വീട് പണി തുടങ്ങുമ്പോൾ സാധാരണ അക്കാലത്ത് പഴമക്കാർ തുടങ്ങുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു മൂല ഒന്ന് തുടങ്ങണമല്ലോ. തെക്ക് പടിഞ്ഞാറ് മൂലയാണ് സെലക്ട് ചെയ്യുന്നവർ. അതുകൊണ്ടാണ് കന്നിമാസത്തിൽ തുടങ്ങുന്ന വീട് പണിയുടെ മൂല അടിസ്ഥാനപ്പെടുത്തിയാണ് കന്നിമൂല എന്ന് പേര് പറയാനുള്ള കാരണം എന്ന് അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇത്രയുള്ളൂ സംഗതി. അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറ് മൂല, അതാണ് നമ്മുടെ വിഷയത്തിന്റെ അടിസ്ഥാന ഭാഗം കിടക്കുന്നത്. അതിനാണ് ഈ കന്നിമൂല പറയാനുള്ള കാരണം. കന്നിമാസത്തിൽ ആ ഭാഗത്ത് നിന്ന് വീട് പണി തുടങ്ങുന്നു. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എൻ്റെ പ്രിയപ്പെട്ടവര്, വേറെ ഒന്നുമില്ല. അവിടെ ഇനി മറ്റു മതസ്ഥരായ ആളുകൾ എന്ത് വ്യാഖ്യാനിച്ചാലും എന്ത് വിശ്വസിച്ചാലും അതൊന്നും മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചാ വിഷയമേ അല്ല. പിന്നെ ഈ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കേരളത്തിന്റെ ഒരു ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്നാണ് ശുദ്ധവായുവിന്റെ പ്രവേശനം വീട്ടിലേക്ക് ഉണ്ടാകുന്നത്. അവിടെ വൃത്തിയായി കിടക്കണം, അവിടെ വളരെ ശുദ്ധമായി കിടക്കണം എന്ന് സാധാരണ പറയാറുണ്ട്. അതിപ്പോൾ എങ്ങനെയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമിന്റെ വീടും പരിസരവും ശുദ്ധമാകണം എന്നുള്ളതിൽ ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ എന്ന് ഖുർആൻ പറഞ്ഞത്. നല്ല വൃത്തിയോടുകൂടെ ശരീരം, വസ്ത്രം, വാഹനം എല്ലാം വൃത്തി നല്ല ശുദ്ധമായി കൊണ്ടു നടക്കുന്നവരോട് അള്ളാഹുവിന് പ്രത്യേക ഇഷ്ടമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ വൃത്തി എവിടെയും അനിവാര്യമാണ്. അതിൽ കവിഞ്ഞ് ഒരു നോർമൽ ഫിലോസഫി അല്ലാതെ വേറെ ഒരു കാര്യവും ഇതിൻ്റെ അകത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അവിടെ ഈ കന്നിമൂലയിൽ, തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ബെഡ്റൂം, അതേപോലെ തന്നെ ബാത്റൂം, ഇതൊക്കെ വന്നാലുള്ള 3 പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ. ഏതാ 3 പ്രശ്നം? ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ സ്വയം ചിന്തിച്ചുണ്ടാക്കുന്ന പ്രശ്നമാണ്. പഠിച്ചോനെ എന്തെങ്കിലും പ്രശ്നമാവോ, എന്തെങ്കിലും കുഴപ്പമാവോ? പിന്നെ ഈ വീട്ടിൽ ഇപ്പോൾ രോഗികളുണ്ട്, പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, ഈ കന്നിമൂല ആയിരിക്കോ പ്രശ്നം പഠിച്ചോനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചിന്തിച്ചുണ്ടാക്കുന്ന വസ്വാസല്ലാതെ വേറെ ഒരു പ്രശ്നവും അതിനകത്തില്ല. അപ്പൊ ഒന്നാമത്തെ പ്രശ്നം നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്ന വസ്വാസം പ്രശ്നങ്ങളുമാണ്. രണ്ടാമത്തെ പ്രശ്നം നമ്മുടെ വീട്ടിലെ ഫാമിലി. ഇപ്പൊ നമ്മൾ എത്രയൊക്കെ അതിൽ ഈമാൻ ഉറച്ചാലും നമ്മുടെ വീട്ടിലെ, ഇപ്പൊ പലരും പറയാറുണ്ട്, ഉസ്താദെ സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും വീട്ടിലെ പെണ്ണും മുളക്കെ എടുത്തൂല, പെണ്ണുങ്ങൾ തലക്ക് ധൈര്യം തരൂല. അവർ കന്നിമൂല കന്നിമൂല എന്ന് പറഞ്ഞ് ഇങ്ങനെ തലയിൽ ഓതിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയാൻ, ആ ഒരു ടോപ്പിക്ക് നമ്മൾ വിട്ടേക്ക്. കന്നിമൂലയെ നമ്മളൊന്ന് വെറുതെ വിട്. അപ്പൊ ജീവിതത്തിൽ ഒന്നുകൂടെ സന്തോഷം ഉണ്ടാവും. വെറുതെ നമ്മൾ പിന്നെ ഓരോ മൂലയെ കുറ്റപ്പെടുത്തണ്ട. നമ്മൾ ഈമാനും യക്കീനും ഉറക്കണം, ഒരു പ്രശ്നമില്ല. അപ്പൊ രണ്ടാമത്തെ പ്രശ്നം വീട്ടുകാരുണ്ടാക്കുന്ന പ്രശ്നമാണ്. മൂന്നാമത്തെ പ്രശ്നം പുറത്തുനിന്ന് ആളുകൾ പറയുന്ന പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ ആരെങ്കിലൊക്കെ കൊണ്ടുവന്ന് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു നോക്കിയിട്ട് അങ്ങനെ കന്നിമൂല അങ്ങനെ പ്രശ്നമാണ്. ബാത്റൂം, ടോയ്ലറ്റ് 6 വട്ടം പൊളിച്ച ആളെ എനിക്കറിയാം. പ്രശ്നങ്ങൾ കൂടി കൂടി വരാന്നല്ലാതെ
ടോയ്ലറ്റ് വീണ്ടും വീണ്ടും പൊളിച്ച് കടം കയറി വരാന്നല്ലാതെ ഒരു ഫായ്ദ ഉണ്ടായിട്ടില്ല. ആകെ 3 സെന്റ് ഭൂമിയാണ് ഉസ്താദേ, ഞങ്ങൾ ഈ കന്നിമൂല എന്താ ചെയ്യുക? ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. കന്നിമൂല ഇപ്പൊ എന്ത് ചെയ്യും? തലയിൽ വെച്ചുകൊണ്ട് കിടക്കാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് പേര്. അപ്പോൾ നിലവിൽ ഒന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നം, മറ്റൊന്ന് നമ്മുടെ വീട്ടുകാർ, പിന്നെ പുറത്തുള്ള മറ്റുള്ളവർ പറയുന്ന കമന്റുകൾ. ഇതല്ലാതെ ഒരു പ്രശ്നവുമില്ല. ദീനിൽ കന്നിമൂല ഒരു ചർച്ചയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട് വെച്ചിട്ടുണ്ട്. അവിടുത്തെ ഭാര്യമാർക്ക് എമ്പാടും വീടുണ്ടായിരുന്നു, സ്വഹാബത്തിനെല്ലാം വീടുണ്ടായിരുന്നു. പക്ഷേ ഒരു സഹാബിയോ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലിയിലോ കന്നിമൂലയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഒരു ഹദീസിലും കണ്ടിട്ടില്ല. ഇമാമികൾ എമ്പാടും മദ്ഹബിന്റെ ഇമാമികളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ, കന്നിമൂല ഒന്ന് ശ്രദ്ധിക്കണേന്ന് ആരും പറഞ്ഞില്ല, നമ്മുടെ അറിവിലില്ല. ഇനി ഒരാൾക്ക് അതൊക്കെ അങ്ങനെയൊക്കെ ഓക്കെ ആണെങ്കിലും പിന്നെ നമുക്ക് മാനസികമായ ഒരു വസ്വാസ് വരും എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ആ കാര്യങ്ങൾ തീരുമാനിക്കാം. അവിടെ ഇന്നും പ്രത്യേകമായ വീടിന്റെ കന്നിമൂലയിൽ ടോയ്ലറ്റ് അല്ലെങ്കിൽ അവിടെ ബെഡ്റൂം അത് വരുന്നതിന് കറാഹത്താണ്, സുന്നത്ത്, ഈ വക കലാപ്, ഈ വക ഇടപാടൊന്നുമില്ല. അതെല്ലാം നമ്മുടെ സൗകര്യം പോലെ. എവിടെയും വൃത്തി അത് വളരെ മസ്റ്റാണ്. അതൊക്കെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി വീട്ടിലെ പ്രശ്നങ്ങൾ മറഞ്ഞാൽ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ സ്വഹാബത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. 10 സ്വഹാബികൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ സ്ഥിരം പതിവ് എന്താണെന്നറിയോ? വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അൽഹംദുലില്ലാ വീടിന്റെ ഉള്ളിൽ 4 മൂലയിലും നിന്നിട്ട് ഒരു വട്ടം പരിശുദ്ധമായ ആയത്തുൽ കുർസി, ഖുർആനിന്റെ 6000 ചില്ലറ ആയത്തുകളുടെ ലീഡർ ആയത്തുൽ കുർസി ഒരു വട്ടം പാരായണം ചെയ്യും. 4 ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്ന പൈശാചികമായ മുഴുവൻ ശർറുകളും, അതിൽ കന്നിമൂലയുടെയും പിന്നെ എല്ലാ സകല മൂലയുടെയും ഭാഗത്തുനിന്ന് എന്ത് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പൈശാചികമായ പ്രശ്നങ്ങൾ അത് ഏത് ഭാഗത്ത് 4 ഭാഗത്തുനിന്ന് വരുമല്ലോ, എങ്ങനെ വന്നാലും അതിനെല്ലാം തട്ടിമാറ്റും. ആ ഭാഗത്തുനിന്ന് ബറക്കത്ത് വരാൻ തുടങ്ങും, വിജയം വരാൻ തുടങ്ങും. കാരണം ആയത്തുൽ ഫതഹാണ്, ഫതഹിന്റെ ആയത്താണിത്, ആയത്തുൽ കുർസി. അതാ മഹാനവറുകൾ പാരായണം ചെയ്തു എന്നാണ്. ഇത് നമ്മുടെ വീട്ടിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ പറഞ്ഞ, പൈശാചിക വിഷമങ്ങൾ പറഞ്ഞ കുടുംബങ്ങളിൽ ഞാൻ ഈ ഒരു മെത്തേഡ് പറഞ്ഞു കൊടുത്തു. അത്ഭുതകരമായി 3-4 വർഷത്തോളം പല ട്രീറ്റ്മെന്റും ചെയ്തു. പല ഭാഗത്തും പലതും കുഴിച്ചിട്ട് നോക്കി, ഒരു പരിഹാരം ഉണ്ടായില്ല. ഇതുകൊണ്ട് പരിഹാരം ഉണ്ടായി. ഇത് അള്ളാന്റെ കലാമിന്റെ ഏറ്റവും പ്രൗഢമായ ആയത്താണ്. അപ്പോൾ ഈ ആയത്ത് നമ്മൾ എന്ത് ചെയ്യുക? കന്നിമൂല മാത്രം കണ്ട 4 മൂലയിലും വീടിന്റെ സൗകര്യം കിട്ടുമ്പോൾ ഒന്ന് പാരായണം ചെയ്തു കൊടുക്കുക. പ്രത്യേകിച്ച് പൈശാചികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലോ, ചില വീടുകളിൽ എങ്ങനെ ഉണ്ടാവും പൈശാചികമായ ബുദ്ധിമുട്ടുകളും പിന്നെ സ്ഥിരമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ചില വഴക്കുകളും ചില രോഗങ്ങളും തുടരുന്നതായി നമുക്ക് തോന്നും. ഇത് പൈശാചികമായ പ്രശ്നമുണ്ട്, ഇവിടെ എന്തുണ്ട് എന്ന് തോന്നി തുടങ്ങിയാൽ നമുക്ക് ഫോളോപ്പ് ചെയ്യാൻ പറ്റും. 4 മൂലയിലും വീടിന്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു 21 ദിവസം മുടങ്ങാൻ പാടില്ല. ഏതെങ്കിലും ഒരു സമയത്ത് വീടിന്റെ ഉള്ളിൽ വെച്ച് ഈ പരിശുദ്ധമായ ആയത്തുൽ കുർസി 4 മൂലയുടെ ഉള്ളിൽ നിന്ന് പാരായണം ചെയ്യണം. കുറച്ചുകൂടെ പ്രശ്നം കൂടുതലാണ്, വലിയ വിഷമമാണ് എന്നുണ്ടെങ്കിൽ, പൈശാചികമായ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വീടിന്റെ വെളിയിൽ നിന്ന് ഏതെങ്കിലും ഒരു സമയത്ത് അൽഹംദുലില്ലാ വാങ്ക് കൊടുക്കുന്നൊരു ശീലം ഉണ്ടാകണം. ആ മൂലയിൽ വീടിന്റെ പുറത്ത് 4 മൂലയിലും ഓരോ മൂലയിൽ നിന്നിട്ട് ഇങ്ങനെ വാങ്ക് കൊടുക്കുക. സാധാരണ പോലെ വാങ്ക് കൊടുക്കുക, പതുക്കെ മതി, നമ്മൾ കേട്ടാൽ മതി. അങ്ങനെ വാങ്ക് കൊടുക്കുക, ഒറ്റ സമയത്ത് ചെയ്താൽ മതി. അതൊരു 45 ദിവസം മുടങ്ങാതെ ചെയ്താൽ എന്താ പറയുക, സകല പ്രശ്നവും പരിഹരിച്ചു പോകും. അപ്പോൾ ഒരു പ്രശ്നവുമില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കന്നിമൂല എന്ന് പറയുന്ന ആ ഒരു കാര്യം സാധാരണ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നല്ലാതെ വേറൊരു കുഴപ്പമില്ല. നമ്മൾ റാഹത്തായിട്ട് മുന്നേറുക. പിന്നെ അത്തരം വസ്വാസികൾ നമുക്കുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ അവിടെ ബാത്റൂം വേണ്ടെന്നാണോ? എന്നാ വേണ്ട. ബെഡ്റൂം വേണ്ടെന്നാണോ? വേണ്ട. ഇനി പിന്നീട് മക്കളായിട്ടോ കുടുംബക്കാരായിട്ടോ ഒരു വസ്വാസ് വേണ്ട. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, ശ്രദ്ധിക്കാവുന്നതാണ്. ഏതായിരുന്നാലും അള്ളാഹുവിനെ തവക്കുലാക്കി മുന്നേറുമ്പോൾ അതൊന്നും പ്രശ്നമല്ല. പിന്നെ ഏത് പ്രശ്നങ്ങളും, ഏത് വീടിന്റെയും ഏത് മൂലയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും എഫക്റ്റീവായ മാർഗം ആ മൂലയിൽ വെച്ച്, വീടിന്റെ 4 മൂലയിലും ഉള്ളിൽ നിന്നുകൊണ്ട് ആയത്തുൽ കുർസി ഒരു വട്ടമെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഓതുന്ന പതിവുണ്ടാകണം. പ്രശ്നങ്ങളുണ്ടെങ്കിൽ 21 ദിവസം മുടങ്ങാതെ, കൂടുതൽ പ്രശ്നമാണെങ്കിൽ അത് ഉള്ളിൽ ചെയ്യാം, പുറത്ത് 4 മൂലയിലും വാങ്ങി കൊടുക്കുക. അത് 45 ദിവസം തുടരുക. പ്രശ്നങ്ങളൊക്കെ പരിഹാരമാകും. അൽഹംദുലില്ലാ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് മാത്രം മനസ്സിലായ പോരാ. ഈ കന്നിമൂലയുടെ ഈ കെണിയിൽപ്പെട്ടുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ വലിയ വിഷമത്തിലാണ്.
ഒരുപാട് സാധുക്കൾ കടമെടുത്തുകൊണ്ടാണ് പൊളിക്കുക, പണിയുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സാധുക്കളെ പലരും പറഞ്ഞു പറ്റിക്കുന്നുണ്ട്, പലതും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെടട്ടെ എന്നുള്ള നിയ്യത്തിൽ നമ്മുടെ ക്ലാസ് പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, പ്രത്യേകിച്ച് ഈ ഒരു ടോപ്പിക്ക്. പിന്നെ നമ്മൾ അറിയാതെ ഒരുപാട് പേർക്ക് കിട്ടാൻ, ഇപ്പം നമുക്ക് പരിചയമുള്ളവർക്കൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റാത്തവരുണ്ടാവുമല്ലോ, പരിചയമില്ലാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് കിട്ടാൻ എന്താ മാർഗം? നമ്മൾ ഈ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കാം, ചുമ്മാ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അൽഹംദുലില്ലാ, എത്ര സന്തോഷമാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് കമൻറ്റ്, എപ്പോഴും ഇങ്ങനെ ആവർത്തി മനസ്സിലിങ്ങനെ ദുആ വരുമ്പോൾ കമൻറ്റുകാരെ ഓർമ്മ വരും. എത്ര സന്തോഷമാണ്, എത്ര വിശാലമായിട്ടാണ് കമൻ്റ് എഴുതുന്നത്. വലിയ സന്തോഷം തോന്നുകയാണ്, വലിയ സന്തോഷം പറയുകയാണ് ക്ലാസ്സിനെ കുറിച്ച്. ക്ലാസ് കേട്ടില്ലെങ്കിൽ, സമയത്ത് വന്നില്ലെങ്കിൽ, ഒരു ദിവസം കേട്ടില്ലെങ്കിൽ ഉസ്താദെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഖൽബീന്ന് പലരും പല വിഷമങ്ങളും കണ്ണുനീരിൽ ചാലിച്ചുകൊണ്ട് എഴുതുന്നുണ്ട്, ദുആ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എല്ലാവരെയും ഓർക്കും. അൽഹംദുലില്ലാ, കമൻറ്റിലുള്ളവരെ പ്രത്യേകിച്ച് ഓർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ ഫതഹും തുറന്നു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്ത ഒരു വിജ്ഞാനത്തിൻ്റെ നുറങ്ങുവട്ടമായി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.